കവയിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് കഞ്ചിക്കോട് നിന്നാണ് കേട്ടോ. കഞ്ചിക്കോട് നിന്നും അതുപോലെ തന്നെ പാലക്കാട് ടൗണിൽ നിന്നും നമുക്ക് കവയിലേക്ക് വരാവുന്നതാണ്. കഞ്ചിക്കോട് നിന്ന് വരികയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ തുടക്കം കണ്ടതുപോലെ തന്നെ തീവണ്ടിയും മലനിരകളും തൊട്ടു മുകളിലായിട്ടുള്ള നീല ആകാശങ്ങളും എല്ലാം കണ്ട് യാത്ര ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ കഞ്ചിക്കോട് നിന്നാണെങ്കിലും പാലക്കാട് ടൗണിൽ നിന്ന് വരുന്നവരാണെങ്കിലും കവയിലേക്ക് തിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു പള്ളിയുള്ളൊരു ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നും നമ്മൾ കഞ്ചിക്കോട് നിന്ന് വരികയാണെങ്കിൽ വലത്തോട്ടും പാലക്കാട് നിന്നാണെങ്കിൽ ഇടത്തോട്ടും തിരിയണം. ഈ റോഡിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ പോകുന്നത് കവയിലേക്കാണ്. പിന്നെ നമുക്ക് എങ്ങോട്ടും തിരിയേണ്ട കാര്യങ്ങളൊന്നുമില്ല, സ്ട്രെയിറ്റ് ഒരേ റോഡ് തന്നെയാണ്. യാത്രാപ്രേമികൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കവ. അതുകൊണ്ട് തന്നെ തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർ സൂക്ഷിച്ച് തന്നെ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. വലിയ വളവുകളുള്ള റോഡാണ് കവയുടേത്. അതുപോലെ തന്നെ മലയിൽ നിന്നും ഡാമിലേക്ക് വെള്ളം ഇറങ്ങി പോകാനായിട്ട് ഇടയിലിടയിൽ ഒരുപാട് താഴ്ചയുള്ള ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ റോഡ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഓടിക്കുക. റോഡ് ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ അപകടം നിങ്ങൾ തന്നെ വിളിച്ചു വരുത്തുന്ന പോലെ ഇരിക്കും. കവയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വന്യജീവികളുള്ള ഒരു ഏരിയ കൂടെയാണ് കവ. കാട്ടാന, പുള്ളിപ്പുലി, കാട്ടുപന്നി, അതുപോലെ മറ്റനവധി വന്യമൃഗങ്ങളെ ഇവിടെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. വാഹനം മെല്ലെ നമ്മൾ ഓടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വന്യജീവികളെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതൊരു ഡാം സ്പോട്ട് ആയതുകൊണ്ട് തന്നെ വന്യജീവികൾ വെള്ളം കുടിക്കാനായിട്ട് ഡാമിലേക്ക് വരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സൈറ്റിങ്ങും ഇവിടെ കൂടുതലാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കവയിലെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. കാടിൻ്റെ ഇടയിലൂടെ ഓരോ വഴികളും ഡാമിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ വണ്ടി നിർത്തി ഡാമിലേക്ക് ഇറങ്ങുന്നത്. കവയിലെ രണ്ടാമത്തെ സ്പോട്ടാണ് ഒന്നാം പുഴപ്പാലം. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുഴപ്പാലത്ത് ഇറങ്ങാവുന്നതാണ്. മഴവെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെയും ഈ പാലത്തിറക്കാം.
മലമ്പുഴ കവയിലെ മൂന്നാമത്തെ സ്പോട്ടാണ് ഈ കല്ലമ്പുഴ പാലം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരു മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കല്ലമ്പുഴ പാലം എന്ന് പറയുന്നത്. അതിൻ്റെ വ്യൂസും കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഫാമിലി ആയിട്ട് ധൈര്യത്തോടെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കവ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ പക്ക ഫാമിലി ഫ്രണ്ട്ലി ആണ്. ഈ സ്ഥലത്ത് കൂടുതൽ എപ്പോഴും ഫാമിലീസാണ് ഉണ്ടാവാറുള്ളത്. ഇന്നിപ്പോൾ അവധി ദിനം അല്ലാത്തത് കൊണ്ടാണ് തിരക്കധികം കാണാത്തത്. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ഫാമിലീസ് തന്നെ ആയിരിക്കും. ഇപ്പുറത്ത് ഇത്രയും ഭംഗിയാണെങ്കിൽ പാലത്തിൻ്റെ അപ്പുറത്തും ഇതുപോലെ കാഴ്ചകൾ ഉണ്ടാവുമല്ലോ. അതും കൂടെ കണ്ടു നോക്കാം. ഇത്രയും കാലമായിട്ടും എൻട്രി ഫീ വയ്ക്കാത്ത ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനോടും ഇത്രയും ഭംഗിയുള്ള പ്രകൃതി തന്ന ദൈവത്തിനോടും ഞാൻ ഈ സാഹചര്യത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കല്ലമ്പുഴ പാലത്തെ ഭംഗി അവസാനിക്കുന്നില്ല, കാഴ്ചകളും അവസാനിക്കുന്നില്ല. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. കല്ലമ്പുഴ പാലം കഴിഞ്ഞതോടെ നമ്മുടെ കവയുടെ പകുതിയോളം യാത്ര കഴിഞ്ഞു. ഇനി പാതി നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഡാമിൻ്റെ മറ്റൊരറ്റത്താണ് നമ്മൾ എത്തുക. ഇവിടെ ഞാൻ പറയാൻ വന്നത് അതല്ല, നിങ്ങൾക്ക് ഭക്ഷണങ്ങളായിട്ടോ മറ്റെന്തെങ്കിലും കരുതാനുണ്ടെങ്കിൽ നമ്മൾ ടൗണിൽ നിന്ന് തന്നെ വാങ്ങി വരുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇനി അങ്ങോട്ട് കടകളും കാര്യങ്ങളും വളരെ കുറവാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭക്ഷണങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. ചായയോ ചെറിയ എണ്ണക്കടികളോ മാത്രം ഉള്ള കടകളാണ് ഇനിയുള്ളത്. നമ്മുടെ ഇടതുവശം കാണുന്ന അമ്പലം കണ്ടില്ലേ? ഇവിടെ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ തെറ്റുകൾ വിശദീകരിക്കുന്നില്ല. കവയിലെ 4ാമത്തെ സ്പോട്ടാണ് മയിലാടി പാലം. ഇത് പോകുന്ന വഴി നമ്മളെ കാണിക്കുന്നതേ ഉള്ളൂ, ഇറങ്ങുന്നില്ല. കാരണം ഈ പാലത്തിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കവയിലെ 5ാമത്തെ സ്പോട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇവിടെ അധികം ആരും വരാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വഴി പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നതല്ല. തീർച്ചയായും കണ്ടിരിക്കേണ്ട കവയിലെ ഒരു ബെസ്റ്റ് സ്പോട്ടാണിത്. ആളുകൾ കുറവുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസും അതുപോലെ വീഡിയോസും ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഈ റോഡിൻ്റെ അരികിൽ ഇരിക്കുന്നവരെ കേരളത്തിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല. അവയെ പണി കഴിഞ്ഞ് പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഭാഗത്ത് എത്തിയത്. ഈ കിടക്കുന്നതൊന്നും മതിലുകളല്ല കേട്ടോ, മതിലുകളാവേണ്ടവരാണ്. അതായത് ഇവിടെ ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു മഴയുടെ ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് നമ്മൾ കവയിലേക്ക് യാത്ര തിരിച്ചത്.
നമ്മൾ ഈ കവയുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു ചായയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഒരു ഇക്കാൻ്റെ കടയിൽ നല്ലൊരു ചായ കിട്ടിയപ്പോൾ ആ കുറവും ഞങ്ങൾ അങ്ങോട്ട് നികത്തി. പാലം പണി നടക്കുന്നത് കൊണ്ടും ഡാമിൽ വെള്ളം കയറിയത് കൊണ്ടും നമുക്ക് ഡാം കറങ്ങി വരാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് വന്ന വഴി തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക, മഴയുള്ള സമയമാണെങ്കിൽ ഇതുപോലെ വെള്ളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വണ്ടിയിൽ ആവശ്യത്തിന് പെട്രോളും കാര്യങ്ങളും കരുതിയിട്ട് മാത്രം വരിക. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.